വാ, വാ. മമ്മി മോളെ വരൂ. രജനി ഈ ലോകത്തൊക്കെ വല്ലെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചു നേരത്തേക്ക് എന്റെ നല്ല നാളുകളിലേക്ക് തിരിച്ചുപോയി. എല്ലാം പെട്ടെന്ന് തീർന്നു, ഒരു സ്വപ്നം പോലെ. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെയാണ് തോന്നുന്നത്. ഓരോ നിമിഷവും ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാശം എൻ്റെ മോളെയും കൂടെ ബാധിക്കുമെന്ന് ഓർക്കുമ്പോൾ കഴിഞ്ഞതെല്ലാം മറന്ന് രജനിക്ക് ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? ഇനിയൊരു പുതിയ ജീവിതമോ? എനിക്കോ? ഈ നിലയിൽ തന്നെ എത്ര ദൂരം പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാത്തത് എൻ്റെ മോളെ ഓർത്ത് മാത്രമാണ്. ദൈവം അത്ര ക്രൂരനല്ല. എന്തെങ്കിലും ഒരു വഴി കാണിച്ചതായിരിക്കുമോ? സത്യത്തിൽ ദൈവം വലിയ ക്രൂരതയാണ് കാണിച്ചത്. എങ്ങനെ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു അത്? രജനിയുടെ അച്ഛനെ ചുറ്റിപ്പറ്റി എത്രയോ പേർ ജീവിച്ചിരുന്നു. ഒരു ഉത്തമ സുഹൃത്തിനെ പോലെയാണ് അദ്ദേഹം മരുമകനോട് പെരുമാറിയിരുന്നത്. ഹി വാസ് സോ സ്മാർട്ട് ആൻഡ് ഡൈനാമിക്. അഞ്ച് സമയത്തേക്കെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ? ദേ ആർ ഓൾ വെയിറ്റിംഗ്. Very happy returns of the day. Thank you. Thank you. Happy returns. Thank you. May I? Oh, sure. Rajani, you are really sport. Well, listen everybody. Now, why don't we join for a few drinks? With pleasure. Oh, sure. Please. Come on. Thank you. Thank you. Please.
ഹായ്. അതെ ബാബു, ഞാൻ ആലോചിക്കാണേ, വർഷാവർഷം ഈ വെഡിങ് ആനിവേഴ്സറി മാത്രം ആഘോഷിച്ചാൽ മതിയോ? മറ്റു ചിലതിനും കൂടി ഒന്ന് മനസ്സ് വയ്ക്കണ്ടേ? അല്ല, രണ്ടുപേരും കൂടി ഒത്തൊരുമിച്ചൊരു കൈ ഏറ്റിരിക്കുന്നു. നാളെ ഒരു സ്മാള് കഴിച്ചിട്ടുള്ളൂ, നോക്കൊന്നും വേണ്ട. സ്മാള് കഴിച്ചെന്നോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മാഷേ. നാളെ ഊട്ടി ട്രിപ്പിന് ഞാനില്ലേ? പിന്നെ നീ ഇല്ലാതെ എന്തൊരു ഊട്ടി? ഇറ്റ്സ് എ ബിസിനസ് കം പ്ലഷർ ട്രിപ്പ്. അയ്യേ. മോർണിംഗ് സർ. Morning, sir. Good morning, sir. മോർണിംഗ്. Good morning. മോർണിംഗ്. Morning, sir. Hello, Babu here. I came only in the morning. I shall meet you in the evening. Okay, right. ഇരിക്കും. A&K ഗ്രൂപ്പ് ഓഫ് എസ്റ്റേറ്റ്സ് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു. എന്തിന് 15 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. ഓൾറെഡി 20 ലക്ഷം രൂപയോളം മാർക്കറ്റിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. ഗാർമെന്റ് ബിസിനസ് ആകെ കുഴഞ്ഞു കിടക്കുക. അതൊന്ന് സ്റ്റഡി ആയിട്ട് മതി വേറൊരു വെഞ്ചറിലേക്ക് ഇറങ്ങാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ഗാർമെന്റ് ബിസിനസ് സ്റ്റഡി അല്ലാത്തതുകൊണ്ടാണ് വേറൊരു ബിസിനസ്സിലേക്ക് കിടക്കുന്നത്. എങ്കിലേ നിൽക്കാൻ പറ്റൂ. പണം അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടിനെ പറഞ്ഞോളൂ. അല്ല, അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം. 8-ാം തീയതിക്ക് മതിയല്ലോ. മതി. ആരുടെ പേരില്ല? എന്റെയും രചനയുടെയും പേരില്. ഫാദറിലോ സമ്മതിച്ച് കാണുമല്ലോ. അത് ഞാൻ പറഞ്ഞോളാം. ബാബു, ധൈര്യമുണ്ടെങ്കിൽ ചെയ്തോളൂ. ഇനിയുള്ള കാലം ഞാനൊരു റിട്ടയർ ലൈഫാണ് ആഗ്രഹിക്കുന്നത്. ബാബുവിന് ചെറുപ്പമാണ്, പുതിയ പുതിയ ഐഡിയാസ്, ആൻഡ് യു ആർ സ്മാർട്ട്. ഗോ അഹെഡ്. സമയം കേട്ടോ, ബാബു എപ്പോഴും ഇങ്ങനെയാ. ഒരിക്കലും പടത്തിന്റെ തുടക്കം കാണിക്കില്ല. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ് ഡിയർ. ചെല്ലു. ഗുഡ് നൈറ്റ്. എനിക്ക് പേടിയാവുന്നു. കുറച്ച് പതുക്കെ പോയാൽ മതി. ഇതിനൊക്കെ പതുക്കെ ഓടിക്കാൻ പറ്റുമോ? പിന്നെ Cheers. for the success of the new business. എഗ്രിമെന്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ ടഫാണ്. വളരെ ചീപ്പായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അവർക്കിപ്പോ വേറെ നല്ല ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോ ഒന്ന് മാറ്റിക്കച്ചവടം ചെയ്ത 10 ലക്ഷം രൂപ ക്ലീൻ ആയിട്ട് പോരും. Is it? നമ്മളൊന്ന് ബാക്ക് അടിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുക. പക്ഷെ ബാബു വിടുവോ? അതോ അവനാരാ മോൻ? ബിസിനസിന്റെ സകല ഗുണാൻട്രിഫിക്കേഷനും അവനറിയാം. എന്റെ സണ്ണിലോ ആയിട്ട് പറയുകയല്ല. ബാബു ആള് ജഗജില്ലയാണ്. എ ബോൺ ബിസിനസ് മാൻ. ഓ യെസ്, എ വെരി എന്റർപ്രൈസിംഗ് ബോയ്. ഡീഡൊക്കെ ആരുടെ പേരില? അറിഞ്ഞോളൂ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ രഹസ്യമൊന്നുമില്ല. രജനിയുടെയും ബാബുവിന്റെയും പേരില. ആഫ്റ്റർ ഓൾ അവരെല്ലാം എൻജോയ് ചെയ്തു. അതെ അതെ. 100 ആയുസാ. നല്ല സെലക്ഷൻ, ബ്യൂട്ടിഫുൾ. വയസ്സന്മാരെന്തിനാ സാരിയുടെ ഭംഗി നോക്കുന്നേ? അതുകൊള്ളാം. ആര് പറഞ്ഞു വർമാജിക്ക് വയസ്സായത്? അതൊക്കെ പോട്ടെ, എസ്റ്റേറ്റ് കച്ചവടത്തിന് പാർട്ടി എന്നാ? എപ്പോ വേണേലും ആ. അല്ല ബാബു, വൈ നോട്ട് യു ജോയിൻ us? ഒരു സ്മോൾ. വേണ്ട, എനിക്ക് 1-2 ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്.
യു ക്യാരി ഓൺ. വരട്ടെ. കാര്യം വിട്ടുള്ള കളിയില്ല ബാബുവിന്. അതൊക്കെ മനസ്സിലായി. ഇപ്പൊ തൽക്കാലം ഇതങ്ങോട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ.